ഹലോ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് പൊതുവിജ്ഞാനം ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് മന്ത്രിമാരും വകുപ്പുകളുമാണ്. നമുക്ക് ആദ്യം തന്നെ അതങ്ങോട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ പരിസര പഠനത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞാൻ ഇന്നോ നാളെയോ മറ്റന്നാളായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയെങ്കിൽ അപ്പോൾ നമുക്കൊന്നൊരു വീഡിയോ അങ്ങ് നോക്കാം. അപ്പോൾ മന്ത്രിമാരും വകുപ്പുകളും കേന്ദ്രമന്ത്രിമാരും, അപ്പോൾ ഇത് കേരള മന്ത്രിമാർ. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കണ്ട, ഇതിനായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ഇടാം. ഓക്കെ, അതോടൊത്ത് വിഷമിക്കണ്ട. അപ്പോൾ നമുക്കിപ്പം ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 1, കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ ശരാശരി അളവ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ജൂൺ ജൂലൈ ആ സമയങ്ങളിലാണല്ലോ. അപ്പോൾ ആ മഴയുടെ അളവാണ് ചോദിക്കുന്നത്. 3555 മില്ലിമീറ്റർ മഴയാണ് ഒരു വർഷം നമുക്ക് മഴയുടെ അളവ്, ശരാശരി അളവ്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥ? ആത്മകഥ എന്ന് വെച്ചാൽ ഒരാൾ അദ്ദേഹത്തെ പറ്റി തന്നെ, ഇപ്പോൾ ഞാൻ എന്നെ പറ്റി തന്നെ എഴുതുന്ന ഒരു കഥയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുക. ആത്മ എന്ന് വെച്ചാൽ നമ്മളെ പറ്റി തന്നെ എഴുതുന്നത് ആത്മകഥ എന്ന് നമ്മൾ പറയാം. അടുത്തത് ജീവചരിത്രക്കുറിപ്പ്. അതേ, നമ്മുടെ LSS പരീക്ഷയ്ക്ക് കൂടുതലായും വന്നിരിക്കുന്ന ഒരു സാധനമാണ് ജീവചരിത്രക്കുറിപ്പ്. എന്ന് വെച്ചാൽ അവർ ആരുടെയെങ്കിലും പേര് തരും. പ്രത്യേകിച്ച് നിങ്ങളുടെ ടെസ്റ്റിൽ സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെ പറ്റിയെല്ലാം തരും. അവരെ പറ്റി പിന്നെ കേളപ്പൻ ഇതിൻ്റെ അകത്തുണ്ട്. കേളപ്പനെ പറ്റിയുള്ള ജീവചരിത്രക്കുറിപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ LSS ടെസ്റ്റിലുള്ളത്, ഈ ടെസ്റ്റ് വേണം നിങ്ങൾ വാങ്ങിച്ചോ. ഇതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരും. ഇതിൻ്റെ വില കൊടുത്തിരിക്കുന്നത് 175 രൂപയാണ്. നിങ്ങൾ വാങ്ങിച്ചു. ഇതിൻ്റെ പാർട്ട് 2 ബുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ വരും. അപ്പോൾ പാർട്ട് 2 വേണേൽ വാങ്ങിച്ചോ. ഈ ബുക്കിന് കഴിയാനായി. ഇപ്പോൾ പാർട്ട് 2 ഞാനും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ക്ലാസ് എടുക്കാം. അത് വാങ്ങിക്കാത്തവർ പേടിക്കണ്ട, ഞാൻ ക്ലാസ് ഇട്ടോളും, നിങ്ങൾ കേട്ടാൽ മതി. അടുത്തത് ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ അല്ലേ, പക്ഷി മനുഷ്യനായ ഡോക്ടർ സലീം അലി. അടുത്തത് വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല എന്ന് വെച്ചാൽ ആടെ തീരെ ഇല്ല എന്നല്ല, കുറവാണ് കേരളത്തിൽ വെച്ച് തന്നെ. ആലപ്പുഴ. സിമ്പിളാണ്, കാരണം ആടെ ഏറ്റവും കൂടുതലുള്ള പുഴകളുടെ നാടാണ് ആലപ്പുഴ, ആ പേരിൽ തന്നെ ഉണ്ട്. അടുത്തത് തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തണ്ണീർത്തടം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ തണ്ണീർത്തട കവാടം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് അവർ ആയ രീതിയിലൂടെ ചോദിക്കുന്നത് നമ്മളോട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അഷ്ടമുടി കായലാണ് ഉത്തരം. കേരളത്തിൽ ഏറ്റവും വലിയ കായലേതാ? അഷ്ടമുടി കായലാണല്ലേ. അപ്പോൾ അഷ്ടമുടി കായൽ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നിങ്ങൾ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ്. അഷ്ടമുടി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതുതന്നെയാണ്. അടുത്തത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചോദിക്കുന്നത്. ഒരു വല്ലാത്ത പേരായിപ്പോയി. പീച്ചിയാണ് സ്ഥലം. ഏതാ സ്ഥലം തന്നെ ദൈവത്തിനറിയാം. കേരളത്തിൽ തന്നെയാണ് ആ സ്ഥലം. എന്തോ പേര്, പീച്ചിയാണേ. ഓർമ്മിച്ച് വെച്ചു. ഇങ്ങനത്തെ ചോദ്യമാണ് കൂടുതലും വരിക. നമ്മളെ കെണിപ്പിക്കാൻ വേണ്ടി കുറേ ചോദ്യങ്ങൾ വരും അവർ. അടുത്തത് ആയുർവേദത്തിൻ്റെ പിതാവ് എന്ന് വെച്ചാൽ ആയുർവേദം കണ്ടുപിടിച്ചതായിരിക്കും അവർ ചോദിക്കുന്നത്. ആയുർവേദം കണ്ടുപിടിച്ചതായിരിക്കും, എനിക്കറിയില്ല. ചരകൻ. ഞാൻ ആദ്യമായിട്ട് ആ പേര് കേൾക്കണേ. നിങ്ങൾ ഇതിനു മുന്നേ ക്വിസിനോ എന്തിനാ പഠിച്ചത്? ഞാൻ ക്വിസിനൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനത്തെ പേര് കേട്ടിട്ടില്ലായിരുന്നു. നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോയെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ അപ്പോൾ ചരകനാണ് ഉത്തരം. അടുത്തത് മലബാറിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വന്നിട്ടില്ല, വരുന്നുണ്ടത്രേ. മലബാർ എന്ന് വെച്ചാൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഈ കാസർഗോഡ് ഈ ഭാഗങ്ങളാണ് മലബാർ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം, തൃശ്ശൂർ ഇതൊക്കെ അങ്ങോട്ട് മലബാർ കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ മലബാറുകാരാണ്. അപ്പോൾ നമ്മൾ
നമ്മുടെ ഈ സ്ഥലത്ത് ചിലപ്പോൾ കണ്ണൂരായിരിക്കും, മലബാറിലെ ഏതോ ജില്ലയിൽ വരുന്ന സ്ഥലമാണ് അത്രേ. മലബാറിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ ഒച്ചയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട്. അപ്പോൾ ടൈഗർ സഫാരി പാർക്ക് എന്ന് വെച്ചാൽ ടൈഗറിനെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ ബസ്സിൽ കൂടെ പോകുന്നില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് നിലവിൽ വന്നിട്ടില്ല. വരുന്നത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട്ടുള്ള പേരാമ്പ്ര എസ്റ്റേറ്റിൽ. അപ്പോൾ പേരാമ്പ്ര തന്നെയാണ്. എൻ്റെ അമ്മേൻ്റെ കുടുംബത്തിലുള്ള ചില ആൾക്കാരുടെ പേരാമ്പ്ര ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒന്ന് പേരാമ്പ്ര ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ എവിടെയാണ് സ്ഥലവും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ പേരാമ്പ്രയാണ് ഇതാദ്യം വരുന്നത്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും തടയാനായി മുന്നിട്ടിറങ്ങിയ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് എന്തോ പേരാണ്. അതൊക്കെ ആ ചോദ്യമൊന്നും വരില്ല, നിങ്ങളധികം നോക്കണ്ട. അപ്പോൾ അടുത്തത് നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി എന്ന പുസ്തകം എഴുതിയത് അതും ഗ്രേറ്റ തുൻബർഗ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യമൊക്കെ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.